സിൽവർ ലൈൻ വരുമ്പോൾ പരിസ്ഥിതി തകരുമോ? മെട്രോ പണിയാൻ കാട് വെട്ടിത്തെളിക്കണോ? വികസനവും പ്രകൃതിയും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ സത്യത്തിൽ ഒരു സീറോ സം ഗെയിം ആയിരിക്കണമോ എന്നതാണ് യഥാർത്ഥ ചോദ്യം. ഇന്ന് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് ആയാലും ആരവല്ലി ഹിൽസ് ആയാലും ലോകത്തിലെ പല ഭാഗങ്ങളിലും നമ്മൾ കാണുന്നത് ഇതേ ഡിബേറ്റാണ്. എന്നാൽ പ്രശ്നമുണ്ടെങ്കിൽ പരിഹാരവുമുണ്ട്. ഭൂട്ടാൻ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ തന്നെ 60% വനം സംരക്ഷിക്കുന്നു. സിംഗപ്പൂർ ടെക്നോളജി ഉപയോഗിച്ച് സിറ്റി ഇൻ നേച്ചർ എന്ന ആശയം യാഥാർത്ഥ്യമാക്കി. അതേസമയം ആധുനിക എഞ്ചിനീയറിംഗിലൂടെ പോലും പഠിക്കാനാകാത്ത പാഠങ്ങൾ നമ്മുടെ പരമ്പരാഗത സമൂഹങ്ങളിലുണ്ട്. രാജസ്ഥാനിലെ ബിഷ്ണോയ് വിഭാഗം സ്വന്തം ജീവൻ വരെ നൽകിയാണ് കൃഷ്ണമൃഗങ്ങളെയും പ്രകൃതിയെയും സംരക്ഷിച്ചത്. കൂടാതെ ഗുജറാത്തിലെ ഹലാരി കഴുതകളെ സംരക്ഷിക്കുന്നതിലൂടെ എക്കോസിസ്റ്റത്തിലെ ഒരു കണ്ണി പോലും മുറിയാതെ നോക്കുന്ന ട്രഡീഷണൽ നോളജ് ഡെവലപ്മെന്റിന് വഴികാട്ടിയാകണം. ഒപ്പം നെതർലാൻഡ്സിലെ എക്കോഡക്സ് പോലെ വന്യജീവികൾക്ക് റോഡുകൾ സുരക്ഷിതമായി മുറിച്ചു കടക്കാൻ നിർമ്മിക്കുന്ന പാലങ്ങൾ നമ്മോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. കാടിനെയും കടലിനെയും വന്യജീവികളെയും കൂടി കൺസിഡർ ചെയ്യുന്ന ഡെവലപ്മെന്റാണ് മനുഷ്യനെയും നിലനിർത്തുന്നത്. പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കാത്ത ഡിസൈനുകളും പ്രാദേശിക അറിവുകളും ചേർത്ത് വയ്ക്കുന്നതാണ് യഥാർത്ഥ പുരോഗതി. എക്സ്റ്റംബറുകളിലും UPSC ഇന്റർവ്യൂവിലും ഇത്തരം ബാലൻസ് പെർസ്പെക്റ്റീവ്സ് അവതരിപ്പിക്കുമ്പോഴാണ് നിങ്ങൾ വ്യത്യസ്തരാകുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നമ്മുടെ മെന്റർഷിപ്പ് സെഷനിലേക്ക് പോന്നോളൂ.